അഭിനയത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട വിജയരാഘവന് ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പൂക്കാലം സിനിമയിലൂടെ സമ്മാനിച്ചിരിക്കുന്നത്. പുരസ്കാരങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്നാണ് പുരസ്കാര നേട്ടത്തെക്കുറിച്ച് പ്രതികരിച്ച് അദ്ദേഹം പറഞ്ഞത്. അത് പക്ഷേ പണ്ടായിരുന്നു. പിന്നീട് പുരസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെയായി. പൂക്കാലത്തിലും പുരസ്കാരമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ വിജയരാഘവൻ സ്ക്രീനിലേക്ക് എത്തിച്ച കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഇതിനും എത്രയോ മുൻപ് തന്നെ അദ്ദേഹം ഒരു ദേശീയ പുരസ്കാരം അർഹിച്ചിരുന്നുവെന്ന്. 1973 കാബാലികയിലൂടെയായിരുന്നു നടനായുള്ള വിജയരാഘവന്റെ അരങ്ങേറ്റം. 1993 മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രം ഇറങ്ങുന്നത്. ജയറാമിന്റെ ജ്യേഷ്ഠൻ, അച്ഛനെ പേടിച്ച് ജീവിക്കുന്ന ഗോപികൃഷ്ണൻ എന്ന കഥാപാത്രമായിരുന്നു അതിൽ വിജയരാഘവൻ. അച്ഛൻ വടിയെടുത്താൽ പ്രായമിത്രയായിട്ടും ഓടി മരത്തിൽ കയറുന്നവനാണ് ഗോപി. അതേ വർഷം തന്നെയാണ് ഷാജി കൈലാസിന്റെ ഏകലവ്യൻ ഇറങ്ങുന്നത്. അന്ന് 40കളിൽ എത്തി നിൽക്കുന്ന വിജയരാഘവൻ 70 വയസ്സോളം പ്രായമുള്ള ചേറാടിക്കറിയ എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് ഏകലവ്യനിൽ അവതരിപ്പിച്ചത്. ആ ചിത്രത്തിൽ സിംഗിൾ ഷോട്ടിലെടുത്ത ഒരു രംഗത്തിൽ വിജയരാഘവന്റെ അഭിനയത്തിന് മുന്നിൽ കട്ടുപറയാതെ നിന്നുപോയിട്ടുണ്ട് ഷാജി കൈലാസ്. അന്ന് ആ രംഗം കഴിഞ്ഞ് ഓടിയെത്തിയ തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ തന്നത് ഒരു പുരസ്കാരത്തിന് തുല്യമായ കെട്ടിപ്പിടുത്തമാണെന്നും വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളിൽ പെട്ടുപോയെന്ന് തോന്നുമ്പോഴെല്ലാം വിജയരാഘവൻ കളം മാറ്റി ചവിട്ടും. അതുകൊണ്ട് തന്നെ ദേശാടനത്തിലെ ശങ്കരനായി കരയിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അടുക്കള രഹസ്യം മങ്ങാടിപ്പാട്ടിലെ ജോസ് കുട്ടിയായും നമ്മൾ വിജയരാഘവനെ കണ്ടു. ഇനി പുതുകാലത്തിലേക്ക് എത്തിയാൽ കിഷ്കിന്ദ കാണ്ഡവും ഔസേപ്പിന്റെ ഒസ്യത്തുമെല്ലാം കണ്ട് വിജയരാഘവൻ വീണ്ടും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാകും റൈഫിൾ ക്ലിപ്പിലെ കുഴുവേലി ലോലപ്പനായി ആക്ഷൻ മോഡിൽ വിജയരാഘവൻ എത്തുക. അഭിനയ ജീവിതത്തിൽ അപ്പോഴും അദ്ദേഹത്തിന് സങ്കടങ്ങൾ ബാക്കിയുണ്ട്. ഭരതൻ, പത്മരാജൻ, KG ജോർജ് തുടങ്ങിയ മഹാരഥന്മാരുടെ ചിത്രത്തിൽ ഒരവസരം ലഭിക്കാത്തതാണ് അതിലൊന്ന്. പിന്നൊന്ന്, അരനൂറ്റാണ്ട് കാലത്തിനിടെ ഒരു ഔദ്യോഗിക പുരസ്കാരം തേടി വരാതിരുന്നതും. പൂക്കാലമായിരുന്നു ആ സങ്കടം തീർത്തത്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരവും പൂക്കാലത്തിലെ യൂട്യൂബിനായിരുന്നു. ഇപ്പോഴിതാ ദേശീയ പുരസ്കാരവും. വൈകിയെങ്കിലും പുരസ്കാരം നേട്ടത്തിൽ ആനന്ദവാനാണ് അദ്ദേഹം. എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ എന്തിലായിരിക്കും വിജയരാഘവൻ ഏറ്റവും അധികം ആനന്ദം കണ്ടെത്തുന്നത്? അത് തന്നോട് തന്നെയുള്ള മത്സരത്തിലാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. നിസ്സാരമായിരുന്നില്ല പൂക്കാലത്തിലെ യൂട്യൂബിന് വേണ്ടിയുള്ള ഒരുക്കമെന്നും പറയുന്നു വിജയരാഘവൻ. ദിവസവും 2-3 മണിക്കൂർ വേണം മേക്കപ്പ് പൂർത്തിയാകാൻ. അതിനിടയിൽ ഭക്ഷണം പോലും കഴിക്കാനാകില്ല. മുഖപേശികൾ അധികം ചലിപ്പിക്കാനുമാകില്ല. ചലിപ്പിച്ചാൽ മേക്കപ്പ് ഇളകിപ്പോരും. പ്രാതൽ കഴിച്ച് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മേക്കപ്പ് മാറ്റിയിട്ട് മാത്രമായിരുന്നു ഭക്ഷണം. പലപ്പോഴും അത് രാത്രിയിലായിരുന്നു. ഉച്ചയ്ക്ക് പഴങ്ങളും മറ്റും ചെറുതായി മുറിച്ച് മുഖം അധികം അനക്കാതെ കഴിക്കും. അഭിനയത്തിലെ വെല്ലുവിളികൾ ഇങ്ങനെയൊക്കെ വിജയരാഘവൻ മറികടന്നു. പക്ഷേ വലിയ വെല്ലുവിളി അതൊന്നുമായിരുന്നില്ല. സ്റ്റുഡിയോയിൽ 100 വയസ്സുകാരന്റെ ശബ്ദം തുടർച്ചയായി എടുക്കുകയെന്നതായിരുന്നു. അതും സങ്കീർണമായ വികാരവിക്ഷുബ്ധമായ രംഗങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കഥാപാത്രമായി. 1-2 ദിവസം കടന്നുപോയി. പിന്നെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങളായി. പൂക്കാലം കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൽ നമ്മളിതുവരെ കേട്ട വിജയരാഘവന്റെ ശബ്ദമേ ആയിരുന്നില്ല. അഭിനയത്തിൽ മാത്രമല്ല, ശബ്ദത്തിലും വാർദ്ധക്യം തോന്നിപ്പിക്കാൻ പരമാവധി പെർഫെക്ഷൻ തന്നെ ഡബ്ബിങ്ങിലും അദ്ദേഹം നൽകി. 2 ആഴ്ചയോളം എടുത്തു ആ ഡബ്ബിംഗ് പൂർത്തിയാക്കാൻ. അതിനിടെ തൊണ്ടയ്ക്ക് അണുബാധ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. ഡബ്ബിംഗ് കഴിഞ്ഞ് അദ്ദേഹം നേരെ പോയത് ആശുപത്രിയിലേക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.